നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും MT അനുസ്മരണവും 2 സാഹിത്യകൃതികളുടെ പ്രകാശനവും ഏപ്രിൽ 21 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തിരൂർ തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിക്കും. ഞാൻ അറിഞ്ഞ MT, വായിച്ചോക്ക എന്നീ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടക്കുക. ഞാൻ അറിഞ്ഞ MT, വായിച്ചോക്ക എന്നീ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടക്കുക. സാഹിത്യരംഗത്തെ പ്രമുഖരും കലാസാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവരും MTയെ അനുസ്മരിക്കുന്നതും MT വാസുദേവൻ നായരുടെ രചനകളുടെ ആഴവും വ്യാപ്തിയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതുമായ പുസ്തകമാണ് ഞാൻ അറിഞ്ഞ MT. എഴുത്തുകാരൻ റഷീദ് വെന്നൂരാണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റർ. മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനവും മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നൂർ ആമുഖ പ്രഭാഷണവും നിർവഹിക്കും. MT സാഹിത്യ അക്കാദമിയിൽ നിന്ന് വിരമിച്ച ശേഷവും വൈശാഖൻ സാറാണ് പിൻഗാമിയായി വന്നത്. അതോടൊപ്പം തന്നെ തുഞ്ചൻ പറമ്പിന്റെ ചെയർമാനായിരിക്കുന്ന സമയത്ത് തന്നെ MT മരണപ്പെട്ടതിന് ശേഷം പിൻഗാമിയായിട്ട് വന്ന വൈശാഖൻ സാറാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വൈശാഖൻ സാർ തന്നെ ഇത് പ്രകാശനം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് തീരെ വയ്യാതിരിക്കുകയാണ്. എന്നാലും അദ്ദേഹം വരാമെന്ന് നമ്മളോട് പറഞ്ഞ് ഉറപ്പ് പറയുകയും അദ്ദേഹം ഹോസ്പിറ്റലിലായിട്ട് 1-2 ടെസ്റ്റിനൊക്കെ ഡോക്ടർക്കൊക്കെ ആ ഡേറ്റിൽ ബുക്ക് ചെയ്തൊക്കെ ആയിരുന്നു. അതൊക്കെ ഡോക്ടറെ വിളിച്ച് ക്യാൻസൽ ചെയ്ത് വേറെ ഡേറ്റിലേക്ക് മാറ്റി അദ്ദേഹം മറ്റന്നാൾ എന്തായാലും പ്രോഗ്രാമിന് വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്ന് ഇത് പ്രകാശനം ചെയ്യുകയും അതുപോലെ അദ്ദേഹത്തെ നമ്മൾ ഒരു പൊന്നാട അണിച്ച് നമ്മൾ ആദരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുറുക്കോളി മൊയ്തീൻ MLA ആണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വായിച്ചോക്ക എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബാണ്. കവിതാ സമാഹാരമായിട്ടും പിന്നെ കഥാസമാഹാരം, ലേഖനങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള എല്ലാ സാഹിത്യ രൂപങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പലതായിട്ട് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇത് 21ാമത്തെ ബുക്കാണ് ഇറങ്ങുന്നത്. ഇതിനകത്ത് എഡിറ്റോറിയൽ ബോർഡിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് വെന്നൂരാണ് ചീഫ് എഡിറ്ററായിട്ട് ഉള്ളത്. പിന്നെ ഡോക്ടർ ഹസീന ബീഗം അബുദാബിയിൽ നിന്ന്, പിന്നെ ഞാൻ പൂനെയിൽ നിന്നും, പിന്നെ അതുപോലെ തന്നെ സൂറ ഗഫൂർ. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എനിക്ക് ഏറെ സന്തോഷം തരുന്നത് എൻ്റെ ഗുരുതുല്യനായ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന MT സാറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള വിവിധ പ്രഗത്ഭമതികളായ എഴുത്തുകാര് അനുസ്മരിച്ച് ആ ബുക്കിൽ എഴുതുന്നു എന്നുള്ളതും അതിന്റെ പ്രകാശന കർമ്മമാണ് ഒന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനും എഴുത്തുകാരനുമായ വൈശാഖൻ ഞാൻ അറിഞ്ഞ MT എന്ന പുസ്തകവും വായിച്ചോക്ക എന്ന കൃതിയുടെ പ്രകാശനം മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിക്കും. എഴുത്തുകാരി KP സുധീര, ചലച്ചിത്ര പിന്നണി ഗായകൻ അലോഷ്യസ് പെരേര എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും. കവി ഫ്രെഡി പൗലോസ്, എഴുത്തുകാരി KP സുധീര, ചലച്ചിത്ര പിന്നണി ഗായകൻ അലോഷ്യസ് പെരേര എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും. കവി ഫ്രെഡി പൗലോസ്, കവിയത്രി ഷീന മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തും. ഞാൻ അറിഞ്ഞ MT എന്ന വിഷയത്തെക്കുറിച്ച് എഴുത്തുകാരി സുഹറ ഗഫൂർ സംസാരിക്കും. ലോക കേരള സഭാ അംഗം PK കബീർ, ജേർണലിസ്റ്റ് റിയാദ് S ഖാൻ എന്നിവർ മുഖ്യാതിഥികളാവും. MTയുടെ പിൻഗാമിയും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനുമായ വൈശാഖനെ പൊന്നാട അണിയിച്ച് ആദരിക്കും. ഗായകി നാസ് നജീബിന്റെ പ്രാർത്ഥനാഗാനത്തോടെ തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നായി 100-ലേറെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും പങ്കെടുക്കും. കവിയത്രിയായ രമ്യ S തിരുവനന്തപുരം സ്വാഗതവും രാജലക്ഷ്മി കൊച്ചുമടത്തിൽ നന്ദിയും പറയും. മന്ദാരം ഡയറക്ടർ റഷീദ് വെന്നൂർ, ചലച്ചിത്ര താരം രമാദേവി, കവി ഫ്രെഡി പൗലോസ്, എഴുത്തുകാരി ഡോക്ടർ ക്ലാരിസ് ടോമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടൻ ന്യൂസ്, തിരൂർ.